നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. +1 10ാം ക്ലാസ് ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പറുകൾ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ പുറത്തുവരികയാണ്. സംഭവത്തിൽ കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന MS സൊല്യൂഷൻസിനെതിരെ അന്വേഷണം തുടരുന്നതിനിടെയാണ് നേരത്തെയും ഈ സ്ഥാപനത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. ഓണപ്പരീക്ഷാ ചോദ്യപേപ്പറിലെ 70% ചോദ്യങ്ങൾ ഈ സ്ഥാപനം പുറത്തുവിട്ടിരുന്നതായി കൊടുവള്ളി AEO തന്നെ വ്യക്തമാക്കുകയാണ്. ഇനി ഈ കേസിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് പോലീസിന്റെ നീക്കം. നിലവിൽ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിലെ വസ്തുത എന്താണ്? സുതാര്യമായി നടക്കേണ്ട സ്കൂൾ പരീക്ഷകളിൽ രഹസ്യാത്മക സ്വഭാവം നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? സ്വകാര്യ യൂട്യൂബ് ചാനലുകൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും ചോദ്യങ്ങൾ ചോർത്തി നൽകുന്നത് ആരാണ്? ന്യൂസ് ഈവനിംഗ് ഈ വിഷയം വിശദമായി പരിശോധിക്കുന്നു. സ്വാഗതം. രണ്ട് അതിഥികളാണ് ന്യൂസ് ഈവനിംഗിൽ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ നമ്മളോടൊപ്പം ഉള്ളത്. ഒന്ന് വിദ്യാഭ്യാസ പ്രവർത്തകൻ ശ്രീ M. ഷാജിർ ഖാൻ, മറ്റൊന്ന് KPST കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അബ്ദുൾ മജീദ് K എന്നിവർ. ശ്രീ ഷാജിർ ഖാൻ, ഇതാദ്യത്തെ സംഭവമല്ല. ഇതിനു മുൻപും ഈ ഓണപരീക്ഷയുടെ ഒക്കെ ചോദ്യപേപ്പർ, അതായത് എന്താണോ ചോദ്യപേപ്പറിൽ അച്ചടിച്ച് വരുന്നത് അതേ ചോദ്യങ്ങൾ മാറ്റമില്ലാതെ ഇത്തരം ഈ ഓൺലൈനുകളിലൂടെ അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളിലൂടെ പുറത്തു വരുന്നു എന്ന വിവരം അക്ഷരാർത്ഥത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇതിന് പിന്നിൽ നടക്കുന്നുണ്ടെന്ന് സംശയിക്കാവുന്നതാണ്. ഈ ട്യൂഷൻ സെന്ററുകൾ തമ്മിൽ നടത്തുന്ന കച്ചവട മത്സരത്തിൽ അധ്യാപകർ കൂടി ഭാഗമാകുന്നുണ്ടോ എന്നൊക്കെ സംശയിക്കാവുന്നതാണ്. ഈ വിവരങ്ങളിൽ ശരിയായ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടോ ശ്രീ ഷാജിർ ഖാൻ? ഇതിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരും എന്ന് കരുതാൻ കഴിയുമോ? എന്തായിരിക്കും ഈ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്? അല്ല, ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറഞ്ഞാൽ അത് ചോർത്തി കൊടുത്തതാരാണ് എന്ന ഒരു അടിസ്ഥാന ചോദ്യത്തിൽ നിന്ന് നമ്മൾ ആരംഭിക്കണം. അതിൻ്റെ ഉറവിടത്തിൽ അന്വേഷിക്കണം. കാരണം ഇപ്പോൾ സമഗ്ര ശിക്ഷ അഭിയാനാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ഡയറ്റുമാണ്. അപ്പോൾ ഡയറ്റിലും ഈ സമഗ്ര ശിക്ഷ അഭിയാൻ്റെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആണ് യഥാർത്ഥത്തിൽ ഉത്തരം പറയേണ്ടത്. ഈ പറയുന്ന MS സൊല്യൂഷൻസ് കൊടുവള്ളി കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. അവർ കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ഇതേപോലെ നേരത്തെ തന്നെ പ്രവചിക്കുകയും അത് പരീക്ഷയ്ക്കും വളരെ മുമ്പേ തന്നെ വരാൻ പോകുന്ന ചോദ്യം എന്തായിരിക്കും എന്ന് പറയുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ എന്ത് നടപടി സ്വീകരിച്ചിപ്പം ഏകദേശം 1 വർഷം പൂർത്തിയായി നമ്മൾ അടുത്ത ക്രിസ്മസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ്. പക്ഷേ എന്ത് അന്വേഷണം നടത്തി? ഏത് നടപടിയാണ് ഈ പറയുന്ന ഈ പർട്ടിക്കുലർ സ്ഥാപനത്തിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് എടുത്തത്? അപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, ഇപ്പോൾ നമ്മൾ സമഗ്ര ശിക്ഷ അഭിയാനാണ് എന്ന് നമ്മൾ പറയുമ്പം അത് വിദ്യാഭ്യാസ വകുപ്പാണ്, പൊതുവിദ്യാഭ്യാസ വകുപ്പാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ അഭിയാൻ കൊടുക്കുകയും സമഗ്ര ശിക്ഷാ അഭിയാൻ അത് ഔട്ട്സോഴ്സ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ സംസ്ഥാന തലത്തിൽ നേരത്തെ ഇപ്പോൾ SCERT ആയിരുന്നു ചോദ്യപേപ്പർ തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. അതിൽ മാറ്റം വരുത്തുകയും അത് സമഗ്ര ശിക്ഷാ അഭിയാനെ ഏൽപ്പിക്കുകയും അതിൽ ഡയറ്റിനെ ഏൽപ്പിക്കുകയും പിന്നീട് ആ ഡയറ്റുകൾ ജില്ലകൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യുകയും വ്യത്യസ്ത ജില്ലകളിൽ അത് തയ്യാറാക്കുകയും അങ്ങനെ തയ്യാറാക്കുമ്പോൾ ഇപ്പോൾ കോഴിക്കോടിനെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞതുപോലെ സമഗ്ര ശിക്ഷ കേരളം SSK ഡയറ്റുകളെയാണ് ഈ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കാൻ ഏൽപ്പിക്കുന്നത്. ഈ ഡയറ്റുകൾ, അതായത് ഡയറ്റുകൾക്ക് ചോദ്യപേപ്പറുകൾ തയ്യാറാക്കി കൊടുക്കുന്നത് വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകർ, അവരാണ് ചോദ്യപേപ്പർ തയ്യാറാക്കി നൽകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ചോദ്യപേപ്പർ ചോർന്നു പോകാൻ ഇടയുള്ളത് ഈ അധ്യാപകർ, അതായത് ആരാണോ ചോദ്യപേപ്പർ തയ്യാറാക്കി നൽകുന്നത് അവരിൽ നിന്ന് തന്നെ, അത് തന്നെ ആയിരിക്കണമല്ലോ ചോദ്യപേപ്പർ ചോർന്നു പോകുന്നതിൻ്റെ ഉറവിടമായി നമുക്ക് സംശയിക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഈ അധ്യാപകരിൽ പലരും ഈ സ്വകാര്യ ട്യൂഷൻ ക്ലാസ്സുകളിൽ അവരുടെ പലതരത്തിൽ അവരുടെ അഡ്വൈസറി ബോർഡിലൊക്കെയായി അവരും അംഗങ്ങളാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചോർച്ചയുടെ ഉറവിടം നമ്മൾ അന്വേഷിച്ചാൽ ഇത് പഠിപ്പിക്കുന്ന, വിഷയം പഠിപ്പിക്കുന്ന, ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകർ തന്നെ ആകാനല്ലേ സാധ്യത? അതെ, തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചില അധ്യാപകർ അതിനകത്ത് ഇൻവോൾവ് ആണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ ചോദ്യപേപ്പർ സാധാരണ നമ്മൾ 3 സെറ്റാണല്ലോ തയ്യാറാക്കുക. അപ്പോൾ വ്യത്യസ്ത ഇപ്പോൾ ജില്ലകൾക്ക് കൊടുക്കുകയും വ്യത്യസ്ത SSK കൊടുക്കുന്നത് തന്നെ, പക്ഷേ വ്യത്യസ്ത അധ്യാപകർ തയ്യാറാക്കുന്ന വ്യത്യസ്ത ചോദ്യപേപ്പർ സെറ്റുകൾ അവസാനം അത് ക്രോഡീകരിച്ച് അതിൽ നിന്നാണ് ചോദ്യം തയ്യാറാക്കി കൊടുക്കുന്നത് പരീക്ഷയ്ക്ക്. സൗകര്യാർത്ഥം ഇപ്പോൾ ജില്ലകളാണ് ചെയ്യുന്നത്. അപ്പോൾ ജില്ലാ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ജില്ലയ്ക്കും വ്യത്യസ്തമായ ചോദ്യപേപ്പറും ആകാം. അപ്പോൾ എന്തായാലും അത് എന്ത് തന്നെയാണെങ്കിലും ശരി, അവിടെ സംഭവിക്കുന്നത് ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന, അത് സെറ്റുകൾ തയ്യാറാക്കി കൊടുക്കുന്ന അധ്യാപകരിൽ നിന്നായിരിക്കാം. അതല്ലെങ്കിൽ ഈ പറയുന്ന സമഗ്ര ശിക്ഷ കേരളയിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടായിരിക്കാം. എന്തായാലും ഈ കേന്ദ്രം എന്ന് പറയുന്നത് അവരാണ്. ഇപ്പം നമ്മളിപ്പോൾ
ഈ പറയുന്ന MS സൊല്യൂഷൻസ് നമ്മളതിന് പ്രതിസ്ഥാനം തീർച്ചയായിട്ടും അവർ പ്രതികൾ തന്നെയാണ്. കാരണം അവരിലൂടെ ഒരു യൂട്യൂബ് ചാനൽ പോലെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിന് എങ്ങനെ കൈവരുന്നു എന്നതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഞാനതുകൊണ്ടാണ് ഉറവിടത്തിൽ അന്വേഷിക്കണമെന്നും ഉറവിടത്തിൽ ആ സോഴ്സ് എവിടെയാണോ അവിടെ തടയണമെന്നും അവർക്ക് ഉറവിടത്തിൽ ഈ കാര്യങ്ങൾ അന്വേഷിക്കണം ഷാജർ, അതിനകത്തൊരു തർക്കവുമില്ല. പക്ഷേ MS സൊല്യൂഷൻസ് അവർ പറയുന്ന ന്യായം ഞങ്ങൾ മാത്രമല്ല ഈ വേറെയും പ്ലാറ്റ്ഫോമുകളിൽ ഇത് വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു കൂട്ടായ കച്ചവടമാണ്, കൂട്ടായ ഒരു ഏർപ്പാടാണ്. അല്ലാതെ ഇത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഞങ്ങൾ സ്വതന്ത്രമായാണ്, നീതിപൂർവ്വമാണ് ഞങ്ങൾ പഠനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുന്നതല്ല, ഇത് ഞങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവരിലും വന്നിട്ടുണ്ട് എന്ന ന്യായമാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിലൊരു സമഗ്രമായ അന്വേഷണം വേണമല്ലോ സ്വാഭാവികമായി. അതെ അത് തീർച്ചയായിട്ടും അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഒരു പ്രത്യേക സ്ഥാപനം മാത്രമല്ല, വേറെയും ഈ നമ്മളിപ്പോൾ വ്യാപം അഴിമതി എന്ന് പറയുന്നത് പോലെ ചോദ്യപേപ്പറുകൾ ഇങ്ങനെ കൊടുക്കുന്ന ഒരു ഏജൻസി പോലെ നമ്മളുടെ ഈ സമഗ്ര ശിക്ഷ കേരളയുമായി ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. രണ്ട്, എല്ലാ അധ്യാപകരും ഇങ്ങനെ ചെയ്യുന്നവരാണെന്ന് നമുക്ക് പറയാനാകില്ല. പക്ഷേ ചില അധ്യാപകർ ഇത് ചോർത്തി കൊടുക്കുന്നുണ്ടാകണം, അതിനിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ. നേരത്തെ ഇപ്പോൾ അധ്യാപക സംഘടനകൾ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഇതേപോലെ ചില പ്രശ്നങ്ങൾ വന്നു, ചോദ്യപേപ്പറുകൾ ചോർന്ന സംഭവമുണ്ടായി. അതിനുശേഷമാണല്ലോ അതിൽ മാറ്റം വരുത്തുന്നത്. SCERT കേന്ദ്രീകൃതമായി പരീക്ഷാ പേപ്പറുകൾ ചോദ്യങ്ങൾ തയ്യാറാക്കുകയും അത് പിന്നെ സ്കൂളുകളിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു നല്ല വ്യവസ്ഥാപിതമായ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പരീക്ഷയുടെ വിശ്വാസ്യത തകർക്കുക എന്ന് പറയുന്ന ഒരു അജണ്ട ഉണ്ടല്ലോ. അപ്പോൾ ആ അജണ്ടയുടെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മളിതിനെ കാണേണ്ടിയിരിക്കുന്നത്. കാരണം ഓൾ പ്രൊമോഷൻ എന്ന് പറയുന്നത് അത് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തെ തകർത്ത് കളഞ്ഞു. എന്താ പറയുക, നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം മാത്രം മതി എന്ന് വാദിക്കുന്ന അധ്യാപക സംഘടനയുണ്ട് നമ്മുടെ നാട്ടിൽ. ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലുള്ള ചില സംഘടനകൾ അതിനുവേണ്ടി വാദിക്കുന്നവരാണ്. ഓൾ പ്രൊമോഷൻ വേണമെന്ന് പറയുന്നവരാണ്. അല്ല, ഞാൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പൂർണ്ണമായി തകർക്കാൻ വേണ്ടിയുള്ള ഒരു ആസൂത്രിത നീക്കം എന്ന നിലയിലൊക്കെയാണോ നമ്മളുടെ സംശയങ്ങൾ ചെന്നെത്തേണ്ടത്? അതല്ല, ഇത് പണത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഒരു പരിപാടി, ഒരു ബിസിനസ്, ഒരു കച്ചവടത്തിന്റെ ഭാഗമായി അധ്യാപകരൊക്കെ നിൽക്കുന്നു, അങ്ങനെ കരുതിയാൽ മതിയോ? അല്ല, പോരാ ഗോപികൃഷ്ണൻ, ഇതിനകത്ത് രണ്ട് ആസ്പെക്ട്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ രണ്ടും പറയുന്നത്. ഒന്ന്, ഇതിൽ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവരുടെ ബിസിനസ് താല്പര്യങ്ങൾ. പക്ഷേ അതിനേക്കാൾ ഉപരി യഥാർത്ഥത്തിൽ പരീക്ഷയുടെ വിശ്വാസ്യത തകർക്കുന്നതിനും പൊതുവിദ്യാലയങ്ങളുടെ ഇപ്പോൾ പരീക്ഷ വേണമെന്നും മിനിമം മാർക്ക് സമ്പ്രദായം വേണമെന്നും ഒക്കെ സർക്കാർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്ന സന്ദർഭമാണ്. മാധ്യമങ്ങൾ ഈ ഓൾ പ്രൊമോഷൻ സമ്പ്രദായത്തിനെതിരെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സ്നേഹികൾ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സന്ദർഭമാണ്. പക്ഷേ അതിനെതിരെ ചില സംഘടനകൾ പരസ്യമായിട്ട് രംഗത്ത് വരുന്ന സന്ദർഭവുമാണ്. എന്താ പറയുക, ഓൾ പ്രൊമോഷൻ മതി, അല്ലെങ്കിൽ സമഗ്രമായ മൂല്യനിർണ്ണയം മതി, ഈ പറയുന്ന പാദവാർഷിക പരീക്ഷകളോ പിന്നെ ഫൈനൽ എക്സാമിനേഷൻസോ റിട്ടേൺ എക്സാമിനേഷൻസോ വേണ്ട, അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തി ജയപരാജയങ്ങൾ തീരുമാനിക്കുന്ന സമ്പ്രദായത്തിലേക്ക് തിരിച്ചു പോകരുത് എന്ന് പറയുന്ന സംഘടനകളുണ്ടല്ലോ. അപ്പോൾ അവർക്ക് അവരുടേതായ ചില നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടാവാം. അവരെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയുടെ വിശ്വാസ്യത തകർക്കുക, പൊതുവിദ്യാലയങ്ങളുടെയും പൊതുവിദ്യാഭ്യാസത്തിൻ്റെയും വിശ്വാസ്യത തകർക്കുക എന്നൊരു അജണ്ട ഉണ്ടാകാം. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ ആ പശ്ചാത്തലത്തിലാണ് ഇത് വരുന്നത്. ഒരു കൊടുവള്ളി, അതാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയുടെ സമയത്ത് കൊടുവള്ളിയിൽ ഇതേ ഏജൻസിയെ സംബന്ധിച്ച് ഓണപരീക്ഷയിലെ 70% ചോദ്യങ്ങൾ ഇതേ ഏജൻസി വഴി പുറത്തു വന്നിട്ടുണ്ട്. അന്ന് ഈ ഏജൻസിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് സംശയം രേഖപ്പെടുത്തിയ ഒരു റിപ്പോർട്ട് കൊടുവള്ളി AEO നൽകിയിട്ടുണ്ട്, ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നൽകിയിട്ടുണ്ട്, DDEക്ക് നൽകിയിട്ടുണ്ട്. നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനെ സംരക്ഷിച്ചു നിർത്തുന്ന, അല്ലെങ്കിൽ ഈ ഗൂഢാലോചനയുടെ ഭാഗമായി നിൽക്കുന്ന കണ്ണികൾ മുകളറ്റം മുതലുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സംശയിക്കേണ്ടി വരും ഷാജിർ. സംസ്ഥാനത്ത് അങ്ങനെ അല്ലാതെ ചെയ്യാനാവില്ലല്ലോ. ഇപ്പം പരീക്ഷ ചോദ്യപേപ്പർ ചോർത്തുക എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഈ പറയുന്ന MS സൊല്യൂഷൻസിലെ ഒരു ഏജൻസിയിൽ ഏതെങ്കിലും ഒരാൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അവിടെ ഉന്നത കേന്ദ്രങ്ങളുമായി ബന്ധമുള്ള ആളുകൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ സുതാര്യത എന്ന് പറഞ്ഞാൽ വളരെ കോൺഫിഡൻഷ്യാലിറ്റി ഉള്ള, രഹസ്യാത്മകത സൂക്ഷിക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഈ പൊതുവിദ്യാഭ്യാസ രംഗത്തെ പരീക്ഷാ സമ്പ്രദായം അങ്ങനെയുള്ള ഫൈനൽ എക്സാം, എന്താ പറയുക, ഓപ്പൺ എക്സാമിനേഷൻസ് വന്നാൽ പിന്നെ അതിന് വിശ്വാസ്യതയില്ലെന്നും അത് ചോദ്യപേപ്പർ ചോർച്ചയിലേക്ക് നയിക്കുമെന്നും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി ഷാജിർ, ഞാൻ വരാം. KPSTA കേരള പ്രദേശ് സ്റ്റുഡൻറ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അബ്ദുൾ മജീദ് K നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതെ, എനിക്ക് തെറ്റിപ്പോയതാണ്. KPSTA സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അബ്ദുൾ മജീദ് നമ്മളോടൊപ്പം. ശ്രീ അബ്ദുൾ മജീദ്, ഇത് ഈ ഓരോ പരീക്ഷാ കാലങ്ങളിലും ഇങ്ങനെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയരാറുണ്ട്. ഇപ്പോൾ ഇതേ ഈ MS സൊല്യൂഷൻസിനെ കുറിച്ച് നേരത്തെ തന്നെ ഉയർന്നു വന്ന ഒരു പരാതിയാണ് ഓണപരീക്ഷ കാലത്ത് ഇതേപോലെ
70% ഓണപ്പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യപേപ്പറിലെ 70% ചോദ്യങ്ങൾ ഈ ഏജൻസി വഴി പുറത്തു വന്നത് അതിൽ ഇവരുടെ ഇടപെടലുകൾ സംശയാസ്പദമാണ് എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ നടപടി ഉണ്ടായില്ല. ക്രിസ്മസ് പരീക്ഷയ്ക്കും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. MS സൊല്യൂഷൻസ് പറയുന്നു ഞങ്ങൾക്ക് മാത്രമല്ല മറ്റ് പ്ലാറ്റ്ഫോമുകളിലും ഇതൊക്കെ വന്നിട്ടുണ്ടെന്ന്. ഏതായാലും ഇതിൻ്റെ ഈ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അതിൻ്റെ രഹസ്യ സ്വഭാവം, അതിൻ്റെ എക്സ്ക്ലൂസിവിറ്റി ഇതൊക്കെ ഇല്ലാതാകുകയും ഈ പൊതു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ നട്ടെല്ലൊടിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ ശരിയായ ഒരു അന്വേഷണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ? നേരത്തെ ഒരു റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചെങ്കിലും അതിൽ കാര്യമായ അന്വേഷണങ്ങൾ നടന്നില്ല. അധ്യാപകർ തന്നെയാണ് ഈ ചോർച്ചയുടെ ഉറവിടമെന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് പൂഴ്ത്തിവെക്കാൻ, ഇത് മറവിൽ ഇത് നടന്നോട്ടെ എന്ന് തീരുമാനിക്കുന്ന ഒരു സംവിധാനമാണോ ഇവിടെ പ്രവർത്തിക്കുന്നത്? അങ്ങനെയല്ല. ഇത് സ്വാഭാവികമായിട്ടും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളുടെ കുട്ടികളുടെ ടേമിനൽ ഇവാലുവേഷൻ്റെ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്ന SSK ആണ്. അതുപോലെ തന്നെ 9, 10 അതുപോലെ +1, +2 ക്ലാസ്സുകളുടെ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്ന SCERTയുടെ നേതൃത്വത്തിൽ അതാത് ഡയറ്റുകളിൽ വെച്ചാണ്. ആ ചോദ്യപേപ്പറുകൾ 2 or 3 സെറ്റുകൾ തയ്യാറാക്കി അതിൽ നിന്ന് ഒരു സെറ്റ് സെലക്ട് ചെയ്ത് അത് വളരെ രഹസ്യമായിട്ട് പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ പ്രസ്സുകൾ, ഗവൺമെൻറ് പ്രസ്സുകളൊക്കെ ഉണ്ടായിട്ടും അത് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രസ്സുകളിൽ നിന്ന് പ്രിൻ്റ് ചെയ്ത് അതിനെ പാക്കാക്കിയിട്ട് വിവിധ ഏജൻസികൾ വഴിയാണ് സ്കൂളുകളിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായിട്ടും നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത്. മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർച്ച ഉണ്ട് എന്ന് പറയുന്നത് ശരിയല്ല. ഇത് ആവർത്തിച്ച് തുടങ്ങിയത് കഴിഞ്ഞ ഈ വർഷത്തെ ഓണപരീക്ഷയോടുകൂടി എന്ന് പറഞ്ഞാൽ പാദവാർഷിക പരീക്ഷയോട് കൂടിയാണ് വ്യാപകമായിട്ട് ഈ പരീക്ഷകൾ മുൻകൂട്ടി തന്നെ ചാനലിൽ തലേ ദിവസം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതിലേറ്റവും വലിയ രസകരമായ കാര്യം എന്താ വെച്ചാൽ കുട്ടികൾ പരീക്ഷ എഴുതാൻ വരുന്ന കുട്ടിയുടെ കയ്യിൽ ചോദ്യപേപ്പർ ഓൾറെഡി പ്രിൻ്റ് എടുത്തിട്ടാണ് ആ കുട്ടി പരീക്ഷാ ഹാളിലേക്ക് നമ്മൾ കൊടുക്കുന്ന ചോദ്യപേപ്പർ എന്ന് പറഞ്ഞാൽ 2 ചോദ്യപേപ്പറും കുട്ടിയുടെ കയ്യിൽ ഒരേ ചോദ്യപേപ്പർ കാണുന്ന ഒരു അവസ്ഥയിൽ വന്നു. ആ ഓണ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ പാദവാർഷിക പരീക്ഷാ സമയത്ത് ഇത്തരത്തിലുള്ള ചോർച്ച സംഭവിച്ചപ്പോൾ വിദ്യാഭ്യാസ അധികാരികളോടും അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിനോടും നമ്മൾ ആവശ്യപ്പെട്ടതാണ്. ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം, മാതൃകാപരമായ ശിക്ഷ നൽകണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അത്തരത്തിലുള്ള ഒരു അന്വേഷണവും നടക്കാത്തത് കൊണ്ടാണ് അത് വീണ്ടും ഈ അർദ്ധവാർഷിക പരീക്ഷ നടക്കുന്ന ഈ സമയത്തും ഇംഗ്ലീഷ് പരീക്ഷ തലേ ദിവസം തന്നെ പ്രഡിക്റ്റ് ചെയ്യാണ് ഒരു ചാനൽ. നാളെ 100% ഉറപ്പ് എന്ന് പറഞ്ഞ് പ്രഡിക്റ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലേക്ക് ഇതെന്തുകൊണ്ടാണ് ഇതിലെ കുറ്റക്കാരെ കണ്ടെത്താൻ നമുക്ക് കഴിയാതെ പോകുന്നത്? ഇവരെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് ഇതിൽ പരിശോധന നടത്തേണ്ടത് എന്നുള്ളത് കൊണ്ടാണോ ഇവർ സംരക്ഷിക്കപ്പെടുന്നത്? അതായത് ഇതിലെ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു വലിയ ശൃംഖല മുഗൾ ശ്രേണി വരെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണോ? അങ്ങനെ സംശയിക്കേണ്ടി വരുമെന്ന് ശ്രീ ഷാജിർ ഖാൻ ഇവിടെ പറഞ്ഞു, താങ്കൾ കേട്ടല്ലേ? അല്ല, അത് അങ്ങനെ സംശയിക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ആ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ ഒരു പ്രയാസം ഉണ്ടായിട്ടല്ല. അത് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു ഗൗരവത്തിലെടുക്കാതെ ടേമിനൽ ഇവാലുവേഷൻസിന് അത്ര ഗൗരവം കൊടുക്കാത്തതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് സത്യത്തിൽ ഒരു അന്വേഷണം വരാതെ പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെങ്ങനെയാണ് ശ്രീ അബ്ദുൾ മജീദ്? അതായത് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വളരെ കഷ്ടപ്പെട്ട് വീട്ടിലിരുന്ന് പഠിച്ച് അവരുടെ പ്രയത്നം മുഴുവൻ കൊണ്ടുവന്ന് അവർ ഏത് ചോദ്യം വരും, ഏത് വരില്ല, പഠിച്ചത് വരുമോ എന്നൊക്കെയുള്ള ആശങ്കയിൽ പരീക്ഷ എഴുതാൻ വരുന്നു. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ 1 or 2 ഈ ട്യൂഷൻ ക്ലാസ്സുകളിൽ പോയി എന്നതിന് കൊണ്ട് അവർക്ക് വരാൻ പോകുന്ന ചോദ്യങ്ങൾ കൃത്യമായി അറിയുന്നു, അതുമാത്രം പഠിച്ചു വരുന്നു. ഇത് ഗൗരവമുള്ളൊരു വിഷയമല്ല, അലംഭാവത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് എങ്ങനെയാണ് കരുതാൻ പറ്റുക? അല്ല, ആ രീതിയിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നതുകൊണ്ടാണ് ഈ പാദവാർഷിക പരീക്ഷയിൽ വന്ന ഈ വീഴ്ച, അതിൻ്റെ പേരിൽ അന്വേഷണം വരാതിരുന്നത്. ഏതായാലും അർദ്ധവാർഷിക പരീക്ഷയുടെ ഈ വീഴ്ച ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ DG ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ കൃത്യമായി ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഈ കാര്യത്തിൽ അന്വേഷണം നടത്തുകയും ഈ സ്ഥാപനത്തിന്റെ ഇടപാടുകൾ സംശയകരമാണ് എന്ന് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ആ റിപ്പോർട്ടിന്മേൽ എന്തുകൊണ്ട് ഒരു പരിശോധന ഉണ്ടായില്ല? എന്തുകൊണ്ട് ആ പരിശോധനയും അതിനുശേഷമുള്ള തുടർ നടപടികളും ഉണ്ടായില്ല? അപ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ നാട്ടിൽ നടക്കുന്ന ഒരു ക്രമക്കേടിനെ കുറിച്ച് ഉന്നതരായ ആളുകൾക്ക് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷവും
അത് മേശപ്പുറത്ത് കിടന്ന് ഉറങ്ങിപ്പോയതിൻ്റെ ഘട്ടം, ആ സാഹചര്യം എന്താണ്? ആരാണ് അതിന് ഉത്തരവാദി? അല്ല, അതാണ് നമുക്ക് പറയാനുള്ളത്. കൃത്യമായിട്ട് കൊടുവള്ളി AEO ആ രീതിയിലുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ MS സൊല്യൂഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ടീമിന് എവിടെ നിന്ന് ഈ ചോദ്യപേപ്പർ കിട്ടി? അവർക്കിത് മുൻകൂട്ടി ലഭിക്കുന്നുണ്ടല്ലോ. അത് SSLC മാത്രമല്ല, അതാണ് രസം. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള മുഴുവൻ ചോദ്യങ്ങളും അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അവരുടെ യൂട്യൂബ് ചാനലുകളിൽ കൃത്യമായി ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെ തരത്തിൽ അവരെ ഇടപെടൽ നടത്തി അവരുടെ റീച്ച് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ട്യൂഷൻ സെൻ്ററുകളിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച എന്നുള്ളതാണ് KPSCക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതൊരു വലിയ കുറ്റകൃത്യമാണല്ലോ. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ വിശ്വാസ്യതയെ തകർക്കുന്ന, അതിന്റെ നിലനിൽപ്പിനെ അപകടപ്പെടുത്തുന്ന തരത്തിൽ ഏതാനും ചില അധ്യാപകർ, അവർക്ക് അതിനകത്ത് വ്യക്തി താല്പര്യങ്ങളുണ്ടാകാം, അവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകാം, അവരൊരു വലിയ കച്ചവട ശൃംഖലയുടെ ഭാഗമാകുന്നതാകാം, അവർ സ്വന്തം നേട്ടം മാത്രം മുന്നിൽ കണ്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ ഇത് ആത്യന്തികമായി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ വഞ്ചിക്കുന്ന, അവരെ അവഹേളിക്കുന്ന ഒരു സമീപനമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ സർക്കാർ അരികു നിന്നു കൊടുക്കുന്നു എന്ന് നമ്മൾ കരുതേണ്ടി വരുമോ? അല്ല, സർക്കാരിൻ്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും പിന്തുണയില്ലാതെ ഇങ്ങനെ വളരെ ആസൂത്രിതമായ വിധത്തിൽ മിക്കവാറും 70-80% ചോദ്യ കടലാസുകൾ വരാനുള്ളത് മുൻകൂട്ടി പ്രചരിപ്പിക്കാൻ ഒരു ഏജൻസിക്ക് കഴിയില്ല. അതും വളരെ പരസ്യമായി, ഒരു യൂട്യൂബ് ചാനലിലൂടെ പരസ്യമായി തന്നെ അങ്ങ് ചോദ്യപേപ്പറുകൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു? എവിടെ നിന്നാണ് ആരാണ് അവരെ സഹായിക്കുന്നത്? അപ്പോൾ ഇത് സമഗ്ര ശിക്ഷാ കേരളയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡയറ്റുകളുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഇതൊരു ലോബി പോലെ പ്രവർത്തിക്കുകയാണ്. ആ പ്രവർത്തിക്കുന്നത് ഞാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ഇതിൽ പ്രതിയെന്ന് പറയാൻ കാരണം, അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഒരു വിഭാഗം ഈ പൊതുപരീക്ഷകളുടെ പ്രാധാന്യത്തെ കെടുത്താൻ ശ്രമിക്കുന്നുണ്ട് വളരെ ആസൂത്രിതമായി. കാരണം ഓൾ പ്രൊമോഷൻ മതി, ഈ നിരന്തരവും സമഗ്രമായ മൂല്യനിർണ്ണയം മതി, അർദ്ധവാർഷിക പരീക്ഷകളോ വാർഷിക പരീക്ഷകളോ അതിനെ അടിസ്ഥാനപ്പെടുത്തിയ ജയപരാജയങ്ങളോ നിശ്ചയിക്കുന്ന നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സമ്പ്രദായം വേണ്ട എന്ന് വാദിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ടല്ലോ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനകത്തുണ്ടല്ലോ. അങ്ങനെയുള്ള സംഘടനകളുണ്ടല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് 30% മിനിമം മാർക്ക് 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, 10-ാം ക്ലാസ്സിൽ അടുത്ത വർഷം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അപ്പോൾ പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ജയിപ്പിച്ച് വിടുന്ന അല്ലെങ്കിൽ ഓൾ പ്രൊമോഷൻ എന്ന് പറയുന്ന വളരെ വിദ്യാഭ്യാസ വിരുദ്ധമായ ഒരു സമീപനത്തിൽ തിരുത്തൽ വരുത്താൻ ഗവൺമെൻറ് നിർബന്ധിതമായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആണ് ഈ കൊടുവള്ളി സംഭവം ഇപ്പോൾ വരുന്നത്. കാരണം അത് വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണ്. അപ്പോൾ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാൻ വളരെ ആസൂത്രിതമായി നടത്തുന്ന ഒരു ഏർപ്പാടാണ് ഇത് എന്ന് പറയാതിരിക്കാനാവില്ല. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം, നേരത്തെ പറഞ്ഞല്ലോ 8-ാം ക്ലാസ് വരെയാണ് SSK നടത്തുന്നത്. പക്ഷേ 12-ാം ക്ലാസ്സിലെ 11-ാം ക്ലാസ്സിലും 12-ാം ക്ലാസ്സിലെ ഹയർ സെക്കൻഡറിയിലെ ചോദ്യങ്ങൾ എങ്ങനെ ചോർന്നു എന്ന ചോദ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ്. കാരണം നേരത്തെ ഒരു ഉത്തരവ് സർക്കാർ ഇറക്കിയിട്ടുണ്ട്. ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഹയർ സെക്കൻഡറി പരീക്ഷാ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കേണ്ടത് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് ആണെന്നാണ്. പക്ഷേ അതിൽ മാറ്റം വരുത്തി. അപ്പം അതെല്ലാം വളരെ എന്താ പറയുക, ഒരു ആസൂത്രിതമായൊരു നീക്കമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. സാധാരണഗതിയിൽ ഹയർ സെക്കൻഡറി ചോദ്യപേപ്പറുകൾ ചോരാൻ ഒരു മാർഗവുമില്ല. കാരണം അത്രയും എന്താ പറയുക, ഈ പറയുന്ന കോൺഫിഡൻഷ്യാലിറ്റി നിലനിർത്തി പോരുന്നതാണ്. അപ്പോൾ അതുപോലും ചോർത്തി എന്ന് പറയുമ്പോൾ അതിനകത്ത് ചോർത്താൻ വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന ചില ആളുകളുണ്ട്. സാമ്പത്തിക താല്പര്യത്തിനും അപ്പുറം സാമ്പത്തിക താല്പര്യം ഈ പറയുന്ന MS സൊല്യൂഷൻസിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ബിസിനസ് വേറൊരു കാര്യമുണ്ട് ഷാജിർ. അതായത് ഭരണകക്ഷി അധ്യാപക സംഘടനാ നേതാക്കൾ ഭരിക്കുന്ന SSK, സമഗ്ര ശിക്ഷാ കേരളം, അവരുടെ മേൽനോട്ടത്തിൽ ഉണ്ടാക്കുന്ന ചോദ്യപേപ്പറുകൾ, അവർ സെറ്റ് ചെയ്യുന്ന ചോദ്യപേപ്പറുകൾ, അതിലെ ചോദ്യങ്ങൾ ചോരുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ അവരെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം, ചുമതല ഏറ്റെടുക്കുകയാണോ സർക്കാർ ചെയ്യുന്നത്? അതുകൊണ്ടാണോ ഈ കാര്യത്തിലൊന്നും അന്വേഷണം ഉണ്ടാകാതെ പോകുന്നത്? അപ്പോൾ അവർ തന്നെ ഇതിലെ കുറ്റക്കാരായി നിൽക്കുന്നു, അവരെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം. അങ്ങനെയാണോ ഇതൊക്കെ മറവിൽ നടക്കുന്നത് എന്ന ചോദ്യമുണ്ട്. ഷാജിർ, നമുക്ക് അതിലേക്ക് വരാം. ഞാനൊരു ചെറിയ ഇടവേള എടുത്ത ശേഷം തിരികെ വരാം. ചോദ്യപേപ്പർ ചോർച്ച എന്നത് സംസ്ഥാനത്ത് ഗൗരവമുള്ള ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമായി മാറുകയാണ്. ആ കാര്യത്തിൽ എന്ത് നടപടിയിലേക്കാണ്
സർക്കാർ കടക്കാൻ പോകുന്നത്? സമഗ്രമായ അന്വേഷണത്തിലൂടെ ഇതിലെ മുഴുവൻ വസ്തുതകളും പുറത്തുവരുമോ? എവിടെയാണ് ഈ ചോർച്ചയുടെ ഉറവിടം? ആരാണ് ഇതിലെ കുറ്റക്കാർ? അവർക്കെതിരെ നടപടി ഉണ്ടാകുമോ? ഈ ചോദ്യങ്ങൾ സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യം മുൻനിർത്തി വിദ്യാർത്ഥി സമൂഹം ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണ്. അതിൽ എന്താണ് മറുപടി എന്ന് നമുക്ക് പരിശോധിക്കാം. ഷാജിർ ഖാൻ, ഈ ഭരണകക്ഷി അധ്യാപക സംഘടനാ നേതാക്കൾ ഭരിക്കുന്ന SSKയുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കപ്പെടുന്ന ചോദ്യപേപ്പറുകൾ, ആ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ എങ്ങനെ ചോർന്നു പോകുന്നു? ഈ ചോദ്യം പ്രസക്തമല്ലേ? വന്നില്ലല്ലോ. അതായത് ഈ KSTA ഭരണകക്ഷി എന്ന് പറഞ്ഞാൽ KSTA അധ്യാപക നേതാക്കൾ ആണ് പലപ്പോഴും ചോദ്യപേപ്പറുകൾ തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. നേരത്തെ തന്നെ അധ്യാപക സംഘടനകൾക്ക് ചോദ്യപേപ്പറുകൾ തയ്യാറാക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ അവരത് തയ്യാറാക്കുകയും അതിനെതിരെ വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടാകുകയും ചെയ്ത സന്ദർഭത്തിലാണ് അതിൽ മാറ്റം വരുത്തിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോഴും ഈ പറയുന്ന SSKയുടെയും ഡയറ്റിൻ്റെയും ഒക്കെ ചോദ്യപേപ്പറുകളുടെ ഉത്തരവാദിത്വം, തയ്യാറാക്കുന്ന ഉത്തരവാദിത്വം ഈ പറയുന്ന സംഘടനാ നേതാക്കൾക്കാണുള്ളത്. അധ്യാപകർ എന്ന് പറയുമ്പോൾ സംഘടനാ നേതാക്കളാണ് എന്ന കാര്യം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എല്ലാ അധ്യാപകരെയും അടച്ചാക്ഷേപിക്കുന്നു എന്ന് തോന്നലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവർക്കൊരു പങ്കുണ്ട്. മാത്രമല്ല അവരും ഈ പറയുന്ന MS സൊല്യൂഷൻ തമ്മിലുള്ള ബന്ധം എന്താണ് അന്വേഷിക്കേണ്ടതല്ലേ? വിദ്യാഭ്യാസ വകുപ്പിലെ SSKയിലെ ഈ ഉത്തരവാദിത്തപ്പെട്ടവരും ഇത്തരം ഏജൻസികളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് അന്വേഷിക്കണം. അത് നേരത്തെ അന്വേഷിക്കാതെ പോയത്, നേരത്തെ മജീദ് സാർ പറയുന്ന പോലെ അവർ ലാഘവത്തിലെടുത്തത് കൊണ്ടല്ല, അവർക്ക് അവരുടെ ഗൗരവമൊക്കെ അറിയാം. പക്ഷേ അവർ അത് എടുക്കാതിരുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അവർക്ക് വേണ്ടപ്പെട്ട അധ്യാപക നേതാക്കളായതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവരതിൽ എന്താ പറയുക, നിശബ്ദത പാലിച്ചു, അല്ലെങ്കിൽ ഒരു തുടരന്വേഷണം നടത്തിയില്ല. അതിനെ സംബന്ധിക്കുന്ന റിപ്പോർട്ട് വന്നതിന് ശേഷം പോലും നടപടിയെടുത്തില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അനുവാദമില്ലാതെ, അവരുടെ അംഗീകാരമില്ലാതെ ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനാവില്ല. ഒരു മൗനാനുവാദം തീർച്ചയായിട്ടും ഉണ്ട്. അംഗീകാരമില്ലെങ്കിലും ഒരു മൗനാനുവാദം തീർച്ചയായിട്ടും അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ശരിയാണ്, ഇപ്പോൾ ഈ അവസാന വർഷ ഈ വാർഷിക പരീക്ഷയെ സംബന്ധിച്ച് വരികയാണെങ്കിൽ അത് വലിയ സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷം ഉണ്ടാകും. പക്ഷേ ഈ പറയുന്ന പാദവാർഷിക പരീക്ഷകളുടെ കാര്യത്തിൽ വിശ്വാസ്യത തകർത്താൽ ധാരാളം അത് തന്നെ മതി. അപ്പോൾ പിന്നെ നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം മാത്രം മതി. ഈ പറയുന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ ഒന്നും ആവശ്യമില്ല. ഓൾ പ്രൊമോഷൻ നടപ്പിലാക്കാം എന്ന് പറയുന്ന അവരുടെ പ്രമേയത്തിലേക്ക് കൊണ്ടുവരാൻ എളുപ്പമാണ്. അപ്പോൾ അതിലൂടെ സംഭവിക്കുന്നത് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ വിശ്വാസ്യതയാണ്, പരീക്ഷയുടെ സുതാര്യത ഇല്ലായ്മയാണ്, അതിൻ്റെ രഹസ്യാത്മകതയെ ചോർത്തിക്കളയുന്നതാണ്, പൊതുവിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തെ തകർക്കുന്നതാണ്. അബ്ദുൾ മജീദ്, അതായത് ഇതിനകത്ത് ഇപ്പോൾ ഒരു പോലീസ് അന്വേഷണം നടക്കാൻ പോകുന്നു, പരിശോധനകൾ നടക്കാൻ പോകുന്നുണ്ട്, സമഗ്രമായ ഒരു അന്വേഷണം നടത്തുമെന്ന് പറയുന്നു. ഇതിലെ ഇതിന്റെ ചോർച്ചയുടെ ഉറവിടം എന്താണെന്ന് കണ്ടെത്തുക, കുറ്റക്കാർ ആരാണ് എന്ന സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരിക, മാതൃകാപരമായി അവർക്കെതിരെ നടപടി സ്വീകരിക്കുക, ഇതൊക്കെയാണല്ലോ മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ചെയ്യേണ്ടത് ഒരു സർക്കാർ ഉത്തരവാദിത്വത്തോടു കൂടി. അത് ഈ കാര്യത്തിൽ സംഭവിക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് കരുതുക മാത്രമല്ല, അത് നിർബന്ധമായും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ നേരത്തെ ഷാജിർ ഖാൻ സാറ് സൂചിപ്പിച്ചതും അതുപോലെ തന്നെ സംശയം പ്രകടിപ്പിച്ച ഒരു വസ്തുത പറഞ്ഞാൽ അധ്യാപകർ ആണ് ചോർത്തി കൊടുത്തു എന്നുള്ള രീതിയിലേക്ക് പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. കാരണം അധ്യാപകർ മാത്രമല്ല ഇതിൽ ഇൻവോൾവ്ഡ്. ഇത് നമുക്കറിയാം, ചോദ്യങ്ങൾ 3 സെറ്റോ 4 സെറ്റോ തയ്യാറാക്കിയതിന് ശേഷം അതിലെ ഒരു സെറ്റ് തിരഞ്ഞെടുക്കുന്നത് അധികാരികളാണ്. SCRT ഡയറക്ടർമാർ SCRTയിൽ വെച്ചാണ് അതിൻ്റെ സെലക്ഷൻ നടക്കുന്നത്. ആ സെലക്ഷൻ സെലക്ട് ചെയ്ത ചോദ്യപേപ്പർ പ്രിൻ്റ് ചെയ്യുന്ന സ്ഥലം, എവിടെ നിന്നാണോ പ്രിൻറ്റിങ് നടക്കുന്നത്, അതോടൊപ്പം തന്നെ ഇത് പ്രിൻ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പാക്കിംഗ് നടക്കുന്നു. ഈ ഘട്ടങ്ങളിലൊക്കെ ഇതിൻ്റെ ചോർച്ചകൾ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് അബ്ദുൾ മജീദ്, ഇതിനകത്ത് അതായത് ഇപ്പോൾ കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയുടെ കാലത്ത് അപ്പോഴും ഇതേപോലെ ഈ ചാനൽ ഉടമയ്ക്കെതിരെ ആരോപണം ഉണ്ടായിരുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇക്കൊല്ലത്തെ ഓണപരീക്ഷയ്ക്കിടെ ചോദ്യങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ വന്നതിനെ സംബന്ധിച്ച് അവിടെ അതിൻ്റെ ഫോട്ടോസ് സഹിതം, അതിൻ്റെ പിക്ചേഴ്സ് സഹിതം താമരശ്ശേരി DO റിപ്പോർട്ട് നൽകി. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അത് അന്വേഷിക്കണം. അത് തന്നെയാണ് KPSTക്ക് ആവശ്യപ്പെടാനുള്ളത്. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണമാണ് ഒരു പൊതുവിദ്യാഭ്യാസ മേഖലയുടെയും വകുപ്പിൻ്റെയും ഉത്തരവാദിത്വം. അതുകൊണ്ട് തന്നെ ആ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണത്തിൻ്റെ കോട്ടം തട്ടുന്ന രീതിയിലുള്ള ഇത്തരം പ്രവണതകൾ ഏത് ഭാഗത്തു നിന്നായാലും, അത് അധ്യാപകരുടെ ഭാഗത്തു നിന്നായാലും അതുപോലെ മറ്റേത് പ്രിൻറ്റിങ് ചെയ്ത തൊഴിലാളികളുടെ ഭാഗത്തു നിന്നായാലും പാക്കിംഗ് ചെയ്ത ആളുകളുടെ ഏത് ഭാഗത്തു നിന്നാണ് ഇത് വന്നത് എന്ന് കൃത്യമായി അന്വേഷണം നടത്തി കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം. ഭാവിയിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടാകാൻ പാടില്ല.
അത് തന്നെയാണ് ഞങ്ങൾക്കും ആവശ്യപ്പെടാനുള്ളത്. ശരി, അതിൽ യാതൊരു ഏതായാലും തരത്തിലുള്ള ശരി, വളരെയധികം നന്ദി. ഒരു ഏതായാലും വിട്ടുവീഴ്ചയും ചെയ്യരുത്. ഈ ഓണപരീക്ഷയായാലും ക്രിസ്മസ് പരീക്ഷയായാലും ഈ വാർഷിക പാദ പരീക്ഷകളിൽ ഈ അവരുടെ ചോദ്യപേപ്പറുകൾ ഇത്തരം സ്ഥാപനങ്ങൾ വഴി ചോർന്നു പോകുന്നു. അവരുടെ സ്ഥാപനങ്ങളുടെ വരിക്കാരാകുന്നവർക്ക്, ആ യൂട്യൂബ് ചാനലിലേക്ക് എത്തുന്നവർക്ക് മാത്രം ആ ചോദ്യങ്ങൾ ചോർന്നു കിട്ടുന്നു. ആ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതി നല്ല മാർക്ക് കിട്ടുന്നു. ഈ ഒരു സാഹചര്യം കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ വിശ്വാസ്യതയെ തകർക്കുന്ന സംവിധാനമാണ്. അതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകൾ ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ ഉറവിടം അന്വേഷിച്ചെന്നാൽ ഒരുപക്ഷെ നമുക്ക് കണ്ടെത്താൻ കഴിയുക. ആരാണെങ്കിലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകുന്ന തരത്തിലുള്ള സമഗ്രമായ അന്വേഷണത്തിൽ ആത്മാർത്ഥതയോടുകൂടി ഇടപെടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകും, വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകും എന്ന് നമുക്ക് കരുതാം. അതല്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തുന്ന ഒന്നായി ഈ സംഭവങ്ങൾ മാറാൻ പോവുകയാണ്. ന്യൂസ് ഈവനിംഗ് ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിഥികളെത്തിയ രണ്ടുപേർക്കും വളരെയധികം നന്ദി. ന്യൂസ് ഈവനിംഗ് ഇവിടെ പൂർത്തിയാവുകയാണ്.